ഹായ് ഗൈസ്, എല്ലാവരും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഒരു കിച്ചൺ ഗാർഡൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങളായി ആക്ച്വലി ഞങ്ങൾ ഖത്തറിലുണ്ടാവുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ അതിന് വേണ്ടി ഒരു എഫോർട്ട് എടുത്തത്. എന്തെങ്കിലും ഒരു പച്ചപ്പ് നട്ടുപിടിപ്പിക്കണം. അതായത് ഒരു മരുഭൂമിയിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത്. നമ്മൾ ഗൾഫ് കൺട്രീസിലുള്ളവരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ലൈക്ക് പറയുമ്പോൾ മരുഭൂമിയിൽ മണലാരണ്യത്തിൽ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു പച്ചപ്പ് നമുക്ക് കാണുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ്. അതിപ്പോൾ ഒരു പുല്ലാണെങ്കിലും പൂവാണെങ്കിലും പൊടിയാണെങ്കിലും ഒക്കെ അത് ഒത്തിരി സന്തോഷമാണ്. നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ടൈമോ അല്ലെങ്കിൽ നമ്മുടെ എനർജിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാനൊന്നും പോകരുത്. പക്ഷേ നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു തക്കാളി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വഴുതനങ്ങയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പായിരിക്കും. പക്ഷെ അത് എന്ത് കിട്ടിയാലും അത് നമുക്ക് എന്താ പറയുക, ഒത്തിരി സന്തോഷം തരും. ആ ഒരു സംഭവം ഇതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിലൂടെ നിങ്ങൾക്കും ചിലപ്പോൾ വീട്ടിൽ ഒരു മുളക് ചെടിയോ അല്ലെങ്കിൽ ഒരു അലോവേറ പ്ലാന്റോ, അല്ലെങ്കിൽ അലോവേറ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും മെയിൻ്റനൻസ് വേണ്ട, വെറുതെ ഒന്ന് വെച്ച് കൊടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രചോദനമാവുമെങ്കിൽ അത് ഒത്തിരി അടിപൊളിയായിരിക്കില്ലേ. പക്ഷേ എല്ലാവർക്കും ഓരോന്നിനോടായിരിക്കും ഇഷ്ടങ്ങൾ. ചിലർക്ക് ഡാൻസിനോടായിരിക്കും, ചിലർക്ക് പാട്ടിനോടായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിനോടായിരിക്കും, ചിലർക്ക് കുക്കിങ്ങിനോടായിരിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനൊരു സംഭവം, കാരണം എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ ഫാദറും ഒക്കെ കൃഷി ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാം കണ്ട് നിന്നിട്ടുണ്ട്, എല്ലാം കണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് ഒരു സാധനം കുഴിച്ച് വെച്ച് അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. പക്ഷെ അത് ഞാനിപ്പോഴാണ് ചെയ്യുന്നത്. അതപ്പോൾ നമ്മളത് ചെയ്ത് മമ്മൂട്ടിയൊക്കെ പറഞ്ഞ പോലെ അത് നമ്മൾ വെച്ച് അതിൻ്റെ ഒരു ഇല വരുന്നതും ഒരു പൂ വരുന്നതും ഒരു കായ് വരുന്നതൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വൺസ് നമുക്ക് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ എവിടെ പോയാലും, ഞാനിപ്പോൾ ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോൾ ഓക്കെ എന്തായി അതിൻ്റെ അവസ്ഥ, ഉണങ്ങിപ്പോയോ, അതോ വേറെ എന്തെങ്കിലും സംഭവിച്ചോ, പൂവിട്ടോ, കായ ഉണ്ടായോ, ഇതെല്ലാം എന്താ പറയുക, ആ ഒരു സാധനം നമുക്ക് ടിപ്പിക്കലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സംഭവം. കാരണം ഇവിടെ നമുക്ക് വേറെ ഇങ്ങനെ ഒത്തിരി നമുക്ക് വെളിയിലായിട്ട് ഇറങ്ങി നടക്കാനോ ഒന്നുമുള്ളൊരു പ്രൊവിഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പിങ്ങിനോ മോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ ഒക്കെ പോകുന്നല്ലാതെ നമ്മുടെ വീടിൻ്റെ തൊടിയിലേക്കൊന്നും ഇറങ്ങി നടക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു ചെറിയ ഇടം തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കൃഷിയൊക്കെ ചെയ്യാനുള്ള ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.